ആത്മാവും വിപ്ലവത്തിന്റെ കരുത്തുമായിരുന്ന പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനിയുടെ വധത്തിന് പിന്നാലെ ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച ഇറാൻ റവല്യൂഷണറി ഗാർഡ് രംഗത്തെത്തി. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത നീക്കത്തിൽ തങ്ങളുടെ പ്രിയ നേതാവ് കൊല്ലപ്പെട്ടത് ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഘാതമായി മാറിയിരിക്കുകയാണ്. ഇതിന് പകരം ചോദിക്കാതെ അടങ്ങില്ലെന്നാണ് സൈന്യത്തിന്റെ കർശന നിലപാട്. ശനിയാഴ്ച പുലർച്ചെ ഇറാന്റെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളെ നടുക്കിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിലാണ് ഖമീനി കൊല്ലപ്പെട്ടത്. ഈ വാർത്ത ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതിന് പിന്നാലെ IRGC പുറത്തിറക്കിയ പ്രസ്താവനയിൽ ആക്രമികളെ മനുഷ്യരാശി കണ്ട ഏറ്റവും ക്രൂരമായ ഭീകരർ എന്നാണ് വിശേഷിപ്പിച്ചത്. ഖമീനിയുടെ രക്തസാക്ഷിത്വം വിപ്ലവത്തിനുള്ള ഇന്ധനമായി മാറുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ഇറാൻ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഇനി ശത്രു രാജ്യങ്ങൾ നേരിടേണ്ടി വരുമെന്ന് IRGC വ്യക്തമാക്കി. അധിനിവേശ മേഖലകളും പശ്ചിമേഷ്യയിലുടനീളമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളും തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളാണെന്ന് അവർ തുറന്നടിച്ചു. ഉടനടി തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചന നൽകിയതോടെ മേഖലയിലെ US ഇസ്രായേൽ താവളങ്ങൾ കനത്ത ജാഗ്രതയിലാണ്. കഴിഞ്ഞ 35 വർഷമായി ഇറാന്റെ എല്ലാമായിരുന്ന ഖമീനിയുടെ അന്ത്യം ഒരു ശൂന്യതയല്ല, മറിച്ച് വലിയൊരു അഗ്നിപർവ്വത സ്ഫോടനത്തിനാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. തന്റെ ജീവിതകാലം മുഴുവൻ അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെയും ഇസ്രായേലിനെതിരെയും നിലകൊണ്ട നേതാവിന്റെ വിയോഗം ഇറാന്റെ സൈനിക വിഭാഗത്തെ പ്രകോപിതരാക്കിയിരിക്കുകയാണ്. തങ്ങളുടെ നേതാവിന്റെ സേവനങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ രക്തസാക്ഷിത്വമെന്ന് അവർ വിശ്വസിക്കുന്നു. ആക്രമണം തുടങ്ങിയ ആദ്യ മണിക്കൂറിൽ തന്നെ ഇറാൻ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത ഖമീനിയുടെ ഓഫീസിന് നേരെ പ്രഹരമേൽപ്പിക്കാൻ ശത്രുക്കൾക്ക് സാധിച്ചു എന്നത് ഗൗരവകരമായ സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. അത്യന്താധുനികമായ സ്റ്റെൽത്ത് വിമാനങ്ങളോ ആത്മഹത്യാ ഡ്രോണുകളോ ഉപയോഗിച്ചാണ് ഈ കൃത്യം നിർവഹിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. രാജ്യത്ത് 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ദുഃഖാചരണത്തിനൊപ്പം തന്നെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളും അണിയറയിൽ നടക്കുന്നുണ്ട്. ഇറാനിലെ തെരുവുകളിൽ ജനങ്ങൾ പ്രതിഷേധവുമായി ഇറങ്ങിക്കഴിഞ്ഞു. അമേരിക്ക മരിക്കണം, ഇസ്രായേൽ മരിക്കണം എന്ന മുദ്രാവാക്യങ്ങൾ ഇറാനിലെ നഗരങ്ങളിൽ അലയടിക്കുകയാണ്. 1939 ജനിച്ച ഖമീനി 1989 മുതലാണ് ഇറാന്റെ പരമോന്നത നേതാവായി ചുമതലയേറ്റത്. പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയൊരു അനുയായി വൃന്ദമുണ്ട്. വിപ്ലവത്തിന് ശേഷം ഇറാനെ ഒരു സൈനിക ശക്തിയാക്കി മാറ്റുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് നിർണായകമാണ്. ആ കരുത്തിപ്പോൾ തിരിച്ചടിയാക്കി ഉപയോഗിക്കാനാണ് IRGC ലക്ഷ്യമിടുന്നത്. ഇത്രയും കാലം പ്രോക്സികളിലൂടെ മാത്രം പ്രതികരിച്ചിരുന്ന ഇറാൻ ഇനി നേരിട്ടുള്ള പോരാട്ടത്തിന് മുതിരുമെന്നാണ് IRGCയുടെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത്. അധിനിവേശ പലസ്തീൻ മണ്ണിലെ ഇസ്രായേൽ നഗരങ്ങളും ടാർഗറ്റ് ചെയ്യപ്പെട്ടേക്കാം. മേഖലയിലെ എണ്ണക്കപ്പൽ പാതകളും ഗൾഫ് രാജ്യങ്ങളിലെ US സാന്നിധ്യവും ഭീഷണിയിലാണ്. ഈ കൊലപാതകത്തിലൂടെ തങ്ങൾ ഇറാന്റെ നട്ടലൊടിച്ചുവെന്ന് അമേരിക്കയും ഇസ്രായേലും വിശ്വസിക്കുന്നുണ്ടാകാം. എന്നാൽ കൊല്ലപ്പെടുന്നതിലൂടെ ഞങ്ങൾ കൂടുതൽ കരുത്തരാകുന്നു എന്ന വിപ്ലവ മുദ്രാവാക്യമാണ് ഇപ്പോൾ ഇറാൻ ഉയർത്തുന്നത്. ഖമീനിയുടെ പിൻഗാമിയെ കണ്ടെത്താനുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ സൈനിക നേതൃത്വം ആക്രമണ പദ്ധതികൾക്ക് രൂപം നൽകുകയാണ്. ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായാൽ അതൊരു പ്രാദേശിക യുദ്ധത്തിൽ ഒതുങ്ങുന്നില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനും ലോക സമ്പദ് വ്യവസ്ഥ തകിടം മറിയാനും ഈ സാഹചര്യം കാരണമാകും. UN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ അത് ചെവിക്കൊള്ളാൻ സാധ്യതയില്ല. ഹാർമോസ്ഗനിലെ പെൺകുട്ടികളുടെ സ്കൂളിലുണ്ടായ ആക്രമണത്തിൽ 100-ലധികം വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതായി ഇറാന്റെ രൂക്ഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത ശത്രുവിനോട് ദയ കാണിക്കേണ്ടതില്ലെന്ന വികാരം സൈന്യത്തിലും ജനങ്ങളിലും ഒരുപോലെ പടർന്നിരിക്കുകയാണ്. അയത്തുള്ള അലി ഖമീനി എന്ന ഇതിഹാസ നേതാവിന്റെ അന്ത്യം പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിമറിച്ചേക്കാം. ഒരു വലിയ യുദ്ധത്തിന്റെ പടിവാതിൽക്കലാണ് ലോകം ഇപ്പോൾ നിൽക്കുന്നത്. IRGCയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നത് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും.